ലോകത്ത് വിനാശം മാത്രമേ അത് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് മാത്രമല്ല, ആഭ്യന്തര സംഘർഷവും ഈ യുദ്ധം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലെ യുദ്ധവും നമുക്ക് നാശമേ ഉണ്ടാകും. എടുത്തു പറയാവുന്നതാണ് ഇപ്പോഴത്തെ ഈ ഏറ്റവും പുതിയ കൃതിയായ കാവ്യമഞ്ജുഷ. ശരിക്കും ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ മനോഹരമായ കുറെ പുഷ്പങ്ങൾ കൊണ്ട് നിറച്ച ഒരു പൂക്കോട തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഒരു കുറെ നാളത്തെ ഒരു പരിശ്രമം കൊണ്ടാണ് എല്ലാ പരശുവെക്കൽ ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. എനിക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കവിത യുദ്ധം. അത് പകയുടെ കൂടി മനുഷ്യന്റെ ഉള്ളിലുള്ള പകയും അത് യുദ്ധത്തിന് കാരണമായി അദ്ദേഹം കാണുന്നു. സാഹിത്യവും ഒരുമിച്ച് കൊണ്ടുപോയി ചരിത്രവും ഒക്കെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ കവിത എഴുതുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഈ സാറെന്ന് പറയുമ്പോൾ വൈരപ്പള്ളി സംസ്കൃതി ഭവൻ, അതിന്റെ ഉണർവെന്ന് പറഞ്ഞ വയസ്സായ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവിടുത്തെ പാട്ടുകാരിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങളും അതേപോലെ ദാനശീലനും കൂടെയാണ്. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ലൈവ് ഒരു പ്രത്യേക രീതിയിലുള്ള ലൈവാണ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് സാഹിത്യരംഗത്തും കവിരംഗത്തും ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത്. എങ്കിൽ ഇവിടെ കാവ്യമഞ്ജുഷ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് നടക്കുന്നത് സാഹിത്യ സല്ലാപം സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. NRC നായർ പരശുവെക്കലാണ് ഇതിന് രചന നിർവഹിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാം രാവിലെ മുതൽ തന്നെ പ്രസ് ക്ലബിൽ ആരംഭിച്ചു. ഇതിന് ലൈവാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ള ഒരു പരിശ്രമം നിരവധി ഷെയർ ചെയ്യണം. കാരണം സാഹിത്യം എപ്പോഴും അഭിരുചിക്കപ്പുറം ഈ പറഞ്ഞതുപോലെ സത്യത്തെ വിളിച്ചു പറയുന്നതായി മാറുന്നുണ്ട്. എന്നാൽ ചില സമയത്തെങ്കിലും അസ്തമിച്ചു പോകുന്നത്. എന്നാലും പഴയ കാലഘട്ടത്തിലുള്ള ലേഖകന്മാരുണ്ടെങ്കിൽ എഴുത്തുകാരന്മാർ അവർ സത്യത്തെ സത്യസന്ധമായി തന്നെ ധൈര്യത്തോട് വിളിച്ചു പറയുന്നവരുമാണ്. എന്നാൽ ആ ചരിത്രത്തെ മാറ്റിയുത്തരിക്കാനാണ് ഇന്ന് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ആ സത്യം സത്യമായി നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും സാഹിത്യകാരന്മാരും അതോടൊപ്പം തന്നെ എഴുത്തുകാരും രംഗത്ത് വരേണ്ടതുണ്ട്. എന്നാൽ പ്രസ് ക്ലബിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇതിന്റെ ഈ കാവ്യമഞ്ജുഷ എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ആൾക്കാരെ ഈ ഒരു അസോസിയേഷനെ കുറിച്ച് നമുക്ക് എന്തായാലും പരിചയപ്പെടേണ്ടതുണ്ട്. കുട്ടികളുടെ അഭിരുചി വർദ്ധിക്കാനും അതോടൊപ്പം തന്നെ വായന ശീലമാക്കാനും മലയാളികൾ എപ്പോഴും മുമ്പിൽ തന്നെ ഉണ്ട്. എന്നാൽ ഈ ഒരു പരിപാടിയുടെ ലൈവിലേക്ക് എന്തായാലും പോകാൻ പരമാവധി ഷെയർ ചെയ്യണം. പിന്നീട് നമുക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിൽ അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യാം. ഞാൻ നിൽക്കുന്നത് പ്രസ് ക്ലബിലാണ്. ഇതിന്റെ NRC നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട്. സാർ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് വായന മരിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വരവിൽ ഇങ്ങനെ പ്രസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പൊതുസമൂഹം ഇത് ഏറ്റുവാങ്ങുന്നത്? സമൂഹം ഇവിടെ നിറഞ്ഞ സദസ്സായിരുന്നു. ഇപ്പോഴും എഴുതുന്ന ആളുകളുടെ എണ്ണം ധാരാളമാണ്. പുസ്തകം വായിക്കുന്നവരുടെ എണ്ണവും വളരെയധികം ഉണ്ട് എന്ന് തെളിയിക്കുന്നത് പുസ്തകം വിൽക്കുന്നില്ല എന്ന് നമ്മൾ തെറ്റായി ധരിക്കുന്നതാണ്. എല്ലാ പുസ്തക ഉത്സവങ്ങൾ നടക്കുമ്പോഴും വളരെയധികം പുസ്തകങ്ങൾ ഇപ്പോഴും ചെലവഴിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വായനയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. എങ്കിലും പുസ്തകങ്ങൾ വാങ്ങുന്നതിനോ അതിന്റെ ചിലവിലോ ഒന്നും ഒരു കുറവും വന്നിട്ടില്ല എന്നാണ് അതിന്റെ രേഖ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ കാവ്യമഞ്ജുഷ പ്രത്യേകിച്ച് അത് പല ഇപ്പോഴത്തെ സമകാലിക സംവിധാനങ്ങളെയും പ്രതിപാദിക്കുന്നത്. എന്താണ് മുഖ്യമായും അതിനെ പ്രതിപാദിക്കുന്ന വിഷയം? അത് യുദ്ധത്തിനെതിരായ ഒരു കവിതയുണ്ട്. അതാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധവും പരിശോധിച്ചാൽ ഒരു ഗുണവും യുദ്ധം ചെയ്യുന്നവർക്കോ മറ്റുള്ളവർക്കോ കിട്ടിയിട്ടില്ല. ഹിറ്റ്ലർ പോലും 2ാം ലോക യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തിയ യുദ്ധത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിലേക്കാണ് പോയത്. ലോകത്ത് വിനാശം മാത്രമേ അത് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് മാത്രമല്ല, ആഭ്യന്തര സംഘർഷവും ഈ യുദ്ധം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലെ യുദ്ധവും നമുക്ക് നാശമേ ഉണ്ടാകും എന്നാണ് ആശയം അതിൽ നിന്ന് കൺവേ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്നും ഒരു അഹിംസയിലും ഹിംസയിലുമായുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതുവഴി ഒരു ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെ എങ്ങനെയാണ് ഈ പുസ്തകം കാണുന്നത്? ഈ പുസ്തകം നമ്മൾ ഈ എല്ലാതരം ഇത്തരം സംഘർഷങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് കാരണം സമൂഹത്തിൽ എല്ലാ ചിന്താഗതിയുള്ളവരും എല്ലാ തരത്തിലുള്ള ആളുകളും എപ്പോഴും ഉണ്ടാവും. അത് ചരിത്രത്തിന്റെ ഏത് കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. ചരിത്രം നമ്മൾ എന്ന് പരിശോധിച്ചാലും ഈ ആശയ സമരം സംഘർഷങ്ങളായും ഒക്കെ പരിണമിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ നിന്നാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് വളരെ മോശമായ ജുഗുപ്സാവകമായ ആശയങ്ങളിലേക്ക് പോകാതെ നോക്കേണ്ടത് സാംസ്കാരിക നായകന്മാരുടെ ജോലിയാണ്. അവരുടെ എഴുത്തുകളൊക്കെ അതാണ് കൺവേ ചെയ്യേണ്ടത്. പക്ഷെ ആശയ സംഘർഷം തെറ്റേയല്ല. ആശയ സംഘർഷത്തിലൂടെയാണ് പുതിയതുണ്ടാകുന്നത്. അധർമ്മം കുടികുത്തി വാഴുമ്പോൾ ധർമ്മം സ്ഥാപിക്കാനായി ഞാൻ അവതരിച്ചു എന്ന് അർജുനോട് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ അവിടെ ഒരു ധർമ്മസ്ഥാപിതത്തിന് വേണ്ടി യുദ്ധം അനിവാര്യമായി വന്നിട്ടില്ലേ? അത് ആ സംഘർഷം സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മുടെ മനസ്സിലെ സംഘർഷം തൊട്ട് സമൂഹത്തില് നമ്മുടെ ആ വീട്ടിനകത്ത് നടക്കുന്ന ആഭ്യന്തര വഴക്കുകൾ, വർത്തമാനങ്ങൾ, ഇതൊക്കെ
ആശയങ്ങൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മയാണ്, അതുണ്ടാകുമെന്നുള്ളതാണ്. അഥവാ പിടിച്ചെടുക്കലിന്റെ പേരിലുള്ള യുദ്ധം അനാവശ്യമാണ്. അത് പിടിച്ചെടുക്കലിന്റെ പേരിലുള്ള യുദ്ധമാണ്, അതല്ല ആവശ്യം. ഭാര്യയുമായി വഴക്കുണ്ടാക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല, സമാധാനത്തിന് വേണ്ടിയാണ്. അവിടെ ഒരു പൊതുവായ ആശയം, ആ വീട് എങ്ങനെ നടക്കണമെന്നുള്ള ഒരു പൊതുവായ ആശയത്തിന് വേണ്ടി ആശയ സംഘടന ഉണ്ടാവും. വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാള് വ്യത്യസ്ത ആശയം ഉണ്ടാവും. നമ്മുടെ അതേ ആശയത്തിലല്ല ഭാര്യ വരുന്നത്, അതുകൊണ്ട് അവരുമായി വഴക്കുണ്ടായ എല്ലാം തകർന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ എന്നാലും ഈ പറഞ്ഞതുപോലെ ധർമ്മം സ്ഥാപിക്കാനും നല്ലൊരു കാര്യത്തിന് വേണ്ടിയുമുള്ള യുദ്ധമാണ് അനിവാര്യം. എന്നാൽ പിടിച്ചടക്കലും മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യ ഹനിക്കലുമായുള്ള യുദ്ധം അനാവശ്യമാണെന്നാണ് പുസ്തകത്തിൽ പ്രകാശനം. കുറെ നാളത്തെ ഒരു പരിശ്രമം കൊണ്ടാണ് എല്ലാവർക്കും വരച്ചുവെക്കൽ ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് എനിക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്റെ അസോസിയേഷന്റെ പ്രസിഡന്റാണ് NRC നായർ, കരിമ്പം റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് പുള്ളി. ഈ പ്രായത്തിലും നന്നായിട്ട് ഓടി നടന്ന് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ എഴുതി വായനക്കാർക്ക് കൂടുതൽ പ്രചോദനം തരുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നന്നായിട്ട് നടത്തുന്നുണ്ട്. അതിനോടൊപ്പം നല്ലൊരു സഹകരണമാണ്. കാരണം ഈ ഒരു ജനപങ്കാളിത്തവും അതേപോലെ വായന, കവികൾ, ഗ്രന്ഥകാരന്മാരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സുമാണ്. അപ്പൊ അതിനെ എന്തായാലും നമുക്ക് ഈ വായന മരിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വായന മരിച്ചിട്ടില്ല. വായനാശീലം ഉണ്ടെങ്കിലേ ഈ നാട് പുരോഗതി വരുള്ളൂ. ഈ കാലഘട്ടത്തിൽ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം കുറയണമെങ്കിൽ ഒരുപാട് വായനാശീലം അത്യാവശ്യമാണ്. അത്യാവശ്യ ഘട്ടത്തിൽ ഇതുപോലുള്ള എഴുത്തുകാർ, എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിനെ പോലുള്ള ചെറിയ ചെറിയ എഴുത്തുകാർ വളർന്ന് വലുതായി ഈ സമൂഹത്തില് നല്ല നിലയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ഏതാണ് സാറിന്റെ പേര്? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ബാലരാമപുരമാണ്. ഞാനൊരു ചെറിയൊരു കവിയാണ്. കവിതകളും എന്റെ കാവ്യ സുഹൃത്താണ് ശ്രീ NRC നായർ, കാവ്യ സുഹൃത്താണ്. ഞങ്ങള് പല കവിയരങ്ങുകളിലും അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ശാസ്ത്രവും സാഹിത്യവും ഒരുമിച്ച് കൊണ്ടുപോയി ചരിത്രവും ഒക്കെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ കവിത എഴുതുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഈ പ്രായത്തിൽ 70 വയസ്സ് പ്രായത്തിലും അദ്ദേഹം വളരെ ചെറുചെറുപ്പോടെ ഞാൻ ഈ പറഞ്ഞ സാഹിത്യ രംഗത്ത് ചരിത്രവും സാംസ്കാരികവും സാഹിത്യവും എല്ലാം കൂടെ ചേർന്നാണ് അദ്ദേഹത്തിന്റെ രചന. അദ്ദേഹം ഒരു കവി മാത്രമല്ല, നോവലിസ്റ്റാണ്, പിന്നെ ശാസ്ത്ര കഥാകൃത്താണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കവിത തന്നെ തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ട്. അദ്ദേഹം ബഹുമുഖ പ്രതിഭ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം വളരെ ഉയരത്തിലേക്ക് തന്നെ പോകും. അദ്ദേഹത്തിന് ഈ കാവ്യ മഞ്ജുഷ എന്ന പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. നമ്മുടെ അധ്യാപകൻ നമ്മൾ മുമ്പ് മലയാള സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രകാശനത്തെ ഒരു അധ്യാപന നിലയ്ക്കും ഒരു എഴുത്താന നിലയ്ക്കും കാണുന്നത്? വളരെ സന്തോഷമാണ് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച്. കാരണം ഞങ്ങളുടെ സഹയാത്രികൻ കൂടിയാണ് അദ്ദേഹം. പരിണതപ്രജ്ഞനായ ഒരു കവി. അദ്ദേഹത്തിന് മുമ്പ് തന്നെ തന്റെ കൃതികളിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. അത് ശാസ്ത്രമഞ്ജുഷയായാലും ഒരു നിയോഗം എന്നുള്ള നോവലായാലും ശരി, അദ്ദേഹം ഒരു ഇരുത്തം വന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ നിറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ഇപ്പോഴത്തെ ഈ ഏറ്റവും പുതിയ കൃതിയായ കാവ്യമഞ്ജുഷ ശരിക്കും ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ മനോഹരമായ കുറെ പുഷ്പങ്ങൾ കൊണ്ട് നിറച്ച ഒരു പൂക്കൂട തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ മുൻപ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെക്കാൾ ഒരുപക്ഷെ അതിന് ഒരുപടി മുന്നിൽ ഉള്ള ഒരു സ്വീകാര്യത തീർച്ചയായിട്ടും ഇതിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് ഇനിയും തുടർന്ന് കൂടുതൽ കൃതികൾ എഴുതാൻ കഴിയട്ടെ. നമ്മുടെ അനന്തപുരിയുടെ ഈ ഒരു സാഹിത്യ നഭസിൽ ഒരു നക്ഷത്രമാകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും. ഓക്കെ. എങ്ങനെയാ കാണുന്നത്? കാരണം കാവ്യമഞ്ജുഷ പ്രത്യേകിച്ച് ഒരു സ്ത്രീലിംഗം കൊടുത്താൽ എപ്പോഴും ഒരു കവിത അല്ലെങ്കിൽ ഒരു രചന നമ്മൾ വരുന്നത്. ഇത് വായിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു ആകത്തുകയാണ്? എനിക്ക് പറയാനുള്ളത് സാറിന്റെ വ്യക്തിത്വത്തെ കുറിച്ചാണ്. അത് പറഞ്ഞോട്ടെ. പറയാം, ഏതോടെ പറയാം അതിലേക്ക്. അപ്പൊ ഞങ്ങളുടെ ഈ സാറെന്ന് പറയുമ്പോ വൈരപ്പള്ളി സംസ്കൃതി ഭവൻ, അതിന്റെ ഉണർവെന്ന് പറഞ്ഞ വയസ്സായ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവിടുത്തെ പാട്ടുകാരിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങളും അതേപോലെ ദാനശീലനും കൂടെയാണ്. സാർ ഇത്രയും ഉന്നതങ്ങളിലാണെങ്കിലും സാറിന്റെ ഒരു സമീപനം എന്ന് വെച്ചാൽ ഒരു ഒന്നും അല്ലാത്തവനെ പോലെയാണ്, പക്ഷെ എല്ലാം ഉണ്ട്. പക്ഷെ അഥവാ എളിമയായ ജീവിതത്തിലൂടെ ഉയർന്ന പദവികൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ കൈമാറുന്നതാണ്. അതെ, ഭിക്ഷ ഇറങ്ങിയ
പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കുന്ന പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കുന്ന ഒരു സാറ് കൂടെയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പൊ ഞാന് ഒരു കൂട്ടുകാരി അറിഞ്ഞ് സാറാണെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാണ്. ഞങ്ങളെ ഇപ്പൊ വൈരോപ്പള്ളിയിലില്ല, സാറിന് വലിയ തിരക്കാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഡയറക്ടറിയിലൊക്കെ ഉണ്ട് സാറിന്റെ. അപ്പം എങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമാണ്. പക്ഷെ സാറിന്റെ ഈ സാഹിത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സാറിനെ കാണും പോലെയല്ല, ഏറ്റവും കൂടുതൽ അഗാധമായിട്ട് നമുക്ക് ചിന്തിച്ച് അത് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ജീവിതം സാഹിത്യത്തിലൂടെ വരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതെ അതെ അതെ. പിന്നെ ഞാൻ കോമഡി ഉത്സവത്തിലൊക്കെ 3 ഭാഷയിലും പാടിയ ഒരു എന്നെ കോമഡി ഉത്സവം DCM എന്നാണ് അറിയപ്പെടുന്നത്. അത് അങ്ങനെ ഒരു വലിയൊരു പാട്ടുകാരിയായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നത്. ശരി. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു നല്ല പുസ്തകമാണ് ശ്രീ NRC നായർ മനുഷ്യന്റെ കാവ്യ മഞ്ജുഷ. മഞ്ജുഷ എന്നാൽ പൂക്കൂട എന്നർത്ഥം. ഈ കാവ്യ മഞ്ജുഷയിൽ 30 കാവ്യ കുസുമങ്ങൾ ഇതൾക്കാത്തുന്നു. പുസ്തക പ്രസിദ്ധീകരണത്തിൽ പഴയ പാഠങ്ങൾ നേടിയ പ്രശസ്ത കണ്ടാക്കുന്നത് പഴയ രാജകുമാർ ഈ പുസ്തകവും കെട്ടിടമായ മികവുള്ളതാക്കി അതിനെ പരിചയം 135 പുസ്തകങ്ങൾ കൈവശം സമർപ്പിച്ച ബഹുഭാഷാ പണ്ഡിതനും ആദരണീയനുമായ ഡോക്ടർ എഴുകത്തൂർ രാജരാജവർമ്മ ആണ് ഇതിന്റെ പ്രവൃത്തികരണം നിർവഹിച്ചത്. പുസ്തകം ഏറ്റുവാങ്ങിയത് മലയാള മിഷന്റെ രജിസ്ട്രാർ ശ്രീ വിനോദ് വൈശാഖി. ഈ സദസ്സിൽ ഈ പുസ്തകം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ NRC പരിശോധിക്കുന്ന പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിലെ 30 കവിതകളിൽ 3 ബാലസാഹിത്യ നിലവുണ്ട്. അത് മാറ്റി നിർത്തി അത് അവസാനം ചെയ്യുകയാണ്. വൃത്തനിബദ്ധവും വൃത്തനിരാശവുമായി വരികൾ പോകുന്നു. ഭൂരിപക്ഷം കവിതകളും വൃത്തത്തിൽ തന്നെയാണ്. ഭാഷാവൃത്തങ്ങളിലെ കേക, കാകളി, മഞ്ചരി ഇത്യാദി വൃത്തങ്ങളിൽ കവിത വാർത്തിരിക്കുന്നു. ആലാപന സുഭഗത തരുന്നവയാണ് വരികൾ. തമ്മിൽ തറവില്ലാത്ത പദപ്രവാഹം, ലളിത പദങ്ങൾ, പദസമ്പത്ത്, ആലങ്കാരിക ഭംഗി കവിതകളിലെ സന്ദേശം. ഈ കവിയുടെ കവിതകൾ പരിശോധിച്ചതിൽ കാണാൻ കഴിഞ്ഞത് മിക്ക കവിതകളിലും സന്ദേശമുണ്ട് എന്നുള്ളതാണ്. അതായത് അവസാന ഭാഗത്ത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഒരു കവി എഴുതുമ്പോൾ തീർച്ചയായിട്ടും സന്ദേശമാണ്. എല്ലാ കവിതകളിലും വേണമെന്ന് അർത്ഥമില്ല. കഴിയുന്നത് സന്ദേശങ്ങൾ കൂടി കൊടുക്കുക. അതുപോലെ സംഗീത കഥകൾ ധാരാളമുണ്ട്. ഒന്നാമത്തെ കവിത യുദ്ധം. അത് പകയുടെ കൂടി മനുഷ്യന്റെ ഉള്ളിലുള്ള പകയും അത് യുദ്ധത്തിന് കാരണമായി അദ്ദേഹം കാണുന്നു. ആത്മസംഘർഷത്തിന്റെയും ലോകയുദ്ധ ഭീകരതയുടെയും വർത്തമാനകാല ഗൗരവം സൂചിപ്പിക്കുന്നു. ഗാസ ഇസ്രായേൽ യുദ്ധം ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. ലോകത്തിന്റെ പല ഭാഗത്തും മാനവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലബോധത്തിൽ കവി മനസ്സിൽ ഉദയം കൊണ്ടതാണ് ഈ കവിത. കാവലി വൃത്തത്തിലാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ വരി. യുദ്ധമേ ലക്ഷ്യം വിനാശമോ വേണ്ടി നാം പണിയുന്ന വൃത്തികൾ. യുദ്ധമേ ചൊല്ല് നിന്നാശം വിനാശമോ വേണ്ടി നാം പണിയുന്ന വൃത്തികൾ. ആർക്കായി വെട്ടി പിടിക്കും വരവുകൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വരി ഇതാണ്. ഇനി രണ്ടാമത്തെ കവിത ശ്രാദ്ധം. ആചാരങ്ങളിലെ ചില അപ്രശ്നങ്ങളിലേക്ക് വിരൽച്ചുകൊണ്ടു. അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലാക്കി വിദേശത്ത് വസിക്കുന്ന മകൻ ധനാജ്യനായി. അച്ഛനമ്മമാരുടെ സുഖവിവരം അന്വേഷിക്കാനോ മരണവാർത്ത അറിഞ്ഞിട്ട് പോലും ഒന്ന് നാട്ടിലെത്താനോ അയാൾക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ അച്ഛനമ്മമാർക്ക് ശ്രാദ്ധബന്ധം വെച്ച് കാക്കയെ കാത്തിരിക്കുന്നു. മരക്കൊമ്പിൽ ഇരുന്ന കാക്ക ചുറ്റിനും നോക്കി കഴിയുന്നു. പക്ഷിയുണ്ട്. പക്ഷേ വെലിച്ചോറ് ഭക്ഷിക്കുവാൻ കൂട്ടാക്കില്ല. സമയമേറെ കടന്നുപോയി. ആ മരക്കൊമ്പിൽ കാവനായി എത്തിയിരുന്ന അമ്മ മകനെ കണ്ട് വിതുമ്പുന്നു. ഞങ്ങളെ മറന്ന മകനെ പണക്കൊഴുപ്പിൽ വന്ന് നൽകുന്ന ബലിച്ചോറ് ബലിപിണ്ഡം സ്നേഹത്തിന്റെയോ ആദരവിന്റെയോ അല്ല. അതിലും കവി പറയുന്നു, പണ്ടവും പണവും വേണം ജീവിതം നയിക്കുവാൻ, പണ്ടവേഗനോ തീർത്തും ആത്മാവസങ്കൽപ്പത്തിൽ. പണ്ടവും പണവും വേണം ജീവിതം നയിക്കുവാൻ, പണ്ടവേഗനോ തീർത്തും ആത്മാവം സങ്കല്പത്തിൽ. ഈ കവിതാ സമാഹാരത്തിൽ വേലുത്തമ്പിധർമ്മ, വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി ഇങ്ങനെ 5 സാമൂഹ്യ പരിഷ്കർത്താക്കളെ നവോത്ഥാന നായകന്മാരെ കവി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വേലുത്തമ്പിധർമ്മ വേറിട്ടൊരു ചരിത്ര പുരുഷനായി ഞാൻ കാണുന്നു. ഭാഷാസിലേക്ക് പ്രജാക്ഷേമ തൽപരൻ, ആയോധന വിദ്യയിൽ സമർത്ഥൻ, ധീരനായ യോദ്ധാവിന്റെ മെയ്വഴക്കം, രാജാവിന്റെ നിലവയായി മാറിയപ്പോൾ കള്ളനാഴിയും പറന്നകന്നു. നീതികൾ നാടുനിലെ പുഞ്ചിരിച്ചു. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും മോഷണവും ചൂഷണവും എല്ലാം പമ്പ കടന്നു. എന്ന് വേണ്ട മാറ്റങ്ങൾ പരിവർത്തനത്തിന്റെ സൂര്യകിരീടം ചാർത്തി നിയമങ്ങൾ പല ഭാഗത്തും മാറ്റി എഴുതപ്പെട്ടു. കുണ്ടറ വിളംബരം നാട്ടിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. എന്നാൽ രാജ ഇംഗരന്മാർ ചില ചൂഷണ വർഗങ്ങളുമായി ബന്ധപ്പെട്ട് തമ്പിയെ ചതിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പറങ്കികൾ തമ്പിയുടെ തലയ്ക്ക് വില കൽപ്പിച്ചു.
അദ്ദേഹം ഈ അനുചരന്മാർ അദ്ദേഹത്തിന്റെ വേട്ടയാടാൻ എത്തുമ്പോൾ മണ്ണണി ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുകയും ജീവത്യാഗം ചെയ്യുകയും ഭരിക്കുകയും ചെയ്തു. അതിൽ അവസാനം അദ്ദേഹം കൊടുത്തിരിക്കുന്ന വരികൾ മാറ്റങ്ങൾ ഒന്നൊന്നായി വന്നണഞ്ഞതിൻ പിന്നിൽ ഒറ്റത്യാഗാർജവത്തിൻ ചരിത്രം ജീവിക്കുന്നു. തമ്പി ഇത്രയും ചെയ്ത് മാറ്റങ്ങൾ ഒന്നൊന്നായി വന്നണഞ്ഞതിൻ പിന്നിൽ ഒറ്റത്യാഗാർജവത്തിൻ ചരിത്രം ജീവിക്കുന്നു. അദ്ദേഹം ആത്മത്യാഗം ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന്റെ സൽകീർത്തി എന്നും എന്നും മുഴങ്ങി കേൾക്കാം. ഇനി വൈകുണ്ഠ സ്വാമിയെ കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും എല്ലാം വിനോദ് വൈശാഖി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുന്നു. അതിന് അയ്യങ്കാളിയെ എടുത്ത ഒരു തീരുമാനം, അടിമയ്ക്ക് അധ്യക്ഷരം കുറിക്കാനായില്ലെങ്കിൽ അടിമ പള്ളിക്കൂടം പണിയും അടിയാല്. അത് അയ്യങ്കാളിയെ പ്രാവർത്തികമാക്കി അടിമകൾക്ക് വേണ്ടി അദ്ദേഹം പള്ളിക്കൂടം പണി. ന്യൂസിന്റെ ഈ ലൈവ് ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് പ്രസ് ക്ലബിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നത്. കാവ്യ മഞ്ജുഷ എന്ന ഈ പേരിലുള്ള ഈ ഒരു പുസ്തകം ഈ പറഞ്ഞ യുദ്ധത്തിനെതിരെ അഥവാ അധാർമികതയ്ക്ക് എതിരായി ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ വേണം. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ കാലാകാലങ്ങളായി അധർമ്മ കുടികെട്ട് വാഴുമ്പോൾ ഞാൻ അവതരിക്കുന്നു എന്ന് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞതുപോലെ തന്നെ ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ കളാരഹസ്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ആ യുദ്ധം ഒരിക്കലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാകരുത്. രക്തം ചിന്തുന്നത് അത് ധർമ്മത്തിന് വേണ്ടിയാകണം. ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഒരു പുസ്തകം പ്രകാശിപ്പിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇത് ഉദ്ഘാടനം നിർവഹിച്ചത് ട്രഷറാണ്, അഥവാ ഈ സാഹിത്യ സല്ലാപം സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ ട്രഷറർ കൂടിയായ ശ്രീമതി വിജയമാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിന് അധ്യക്ഷം വഹിച്ചത് ബിനു കൽപ്പകശ്ശേരിയാണ്. എന്തായാലും വളരെയധികം ആവശ്യത്തോടു കൂടിയാണ് ഈ പരിപാടി നോക്കിക്കണത്. എന്തായാലും ഗ്രന്ഥകാരന്മാരും അതോടൊപ്പം തന്നെ എഴുത്തുകാരും ഉണ്ടെങ്കിൽ മാത്രമേ ചരിത്രം അണയാതെ എൽക്കാലത്തും വരുന്ന തലമുറയ്ക്ക് അത് കൈമാറാൻ സാധിക്കും. കാരണം ചരിത്രത്തെ നിന്ന് വിഭജിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ സത്യസന്ധരായ ഇതേപോലുള്ള എഴുത്തുകാർ ഇനിയും ഉണ്ടാകട്ടെ നമ്മുടെ കേരളം മണ്ണിൽ മലയാളികൾക്ക് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിക്കുന്നു. പിന്നീട് നമുക്ക് ഇതിന്റെ പ്രകാശനവും മറ്റും ആക്കിക്കൊണ്ട് യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യാം. എന്നാൽ പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബൈ. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക.